ഈ കേരളത്തിലെ അവയവദാനത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സന്തോഷകരമായൊരു വാർത്തയാണ്. ഒരു മാതൃകാ വാർത്ത കൂടിയാണ് അത്. കണ്ണൂർ വളക്കയ്യിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരൻ അർജുൻ ഇനി 4 പേർക്ക് പുതുജീവനേകും. കണ്ണൂർ സ്വദേശിയായ അർജുൻ്റെ ഹൃദയം കൊച്ചിയിലും കരളും 2 വൃക്കകളും കോഴിക്കോടുമുള്ള ആശുപത്രികളിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കൈ പാലത്തിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മെയ് 31-നാണ് അർജുന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അർജുന്റെ മാതാപിതാക്കളായ വളക്കൈ മടത്താനിക്കുന്നിലെ ഗണേശനും തങ്കമണിയും സന്നദ്ധരായതോടെ 4 പേർക്കാണ് അത് പുതുജീവനേകാൻ വഴിയൊരുക്കിയത്. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴി ആസ്റ്റർ മിംസ് അധികൃതർ അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചു. തുടർന്ന് അർജുന്റെ ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെത്തിച്ചു. അർജുന്റെ ഹൃദയത്തുടിപ്പുകൾ 48-കാരനായ മലപ്പുറം സ്വദേശിയുടെ ശരീരത്തിൽ ഇനിയുണ്ടാകും. വൃക്കകളിൽ ഒന്ന് കണ്ണൂർ ആസ്റ്റർ മിംസിലെ രോഗിക്ക് നൽകി. 2ാമത്തെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്കുള്ള യാത്രയിൽ പൊതുജനങ്ങൾ ആംബുലൻസുകൾക്ക് വഴിയൊരുക്കി. 11:04 കരൾ കോഴിക്കോട് BMHലും അല്പസമയം പിന്നിടുമ്പോഴേക്കും 2ാമത്തെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി എത്തിച്ചു. മകന്റെ വിയോഗത്തിന്റെ തീരാദുഃഖത്തിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ അർജുന്റെ മാതാപിതാക്കളെടുത്ത ധീരമായ തീരുമാനത്തിന് ഹൃദയം കൊണ്ട് സല്യൂട്ട് നൽകുകയാണ് കേരളം. കണ്ണൂർ, കൊച്ചി, കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.